വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സമരം ശക്തിപ്പെടുന്നതിന്റെ സൂചനകളാണ് കാണുന്നത്. മലപ്പുറത്തും കോഴിക്കോട്ടുമായിരുന്നു തുടക്കത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് വയനാട്ടിലേക്കും പിന്നീട് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി ഈ പ്രതിഷേധം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സമരം ശക്തമായി ഏറ്റെടുക്കാൻ തന്നെയാണ് KSU സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മന്ത്രിയെ തടഞ്ഞിരിക്കുന്നത്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം തിരുവനന്തപുരത്തേക്കും കനക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടഞ്ഞിരിക്കുകയാണ് KSU. വാഹനത്തിൽ KSUവിന്റെയും ഒപ്പം കരിങ്കൊടിയും കെട്ടിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്നൊരു കാര്യം കൂടി പറയുന്നു. ഇത്രയും 10,000-കണക്കിന് വിദ്യാർത്ഥികൾ +1 സീറ്റിന് അഡ്മിഷൻ ലഭിക്കാതെ തെരുവിൽ അലയുമ്പോൾ +1 ക്ലാസുമായിട്ട് മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ നിശ്ചിതകാല പഠിപ്പ് മുടക്ക് സമരത്തിന് KSU നേതൃത്വം കൊടുക്കും. ഈ വർഷത്തിൽ വലിയ സമരങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വരും. +1 വിദ്യാർത്ഥികൾക്കും അവർക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കണം. അധിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണമെന്ന് KSU ആവശ്യപ്പെടുന്നു.